ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മളിപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. വേറെ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരുടെ ബയോളജിയുടെ 3rd ചാപ്റ്ററിൻ്റെ നമ്മൾ കണ്ണ് വരെ പഠിച്ചു നിർത്തി. ഇനി എടുക്കാനുള്ളത് സെക്കൻഡ് ടോപ്പിക്കാണ്, ദറ്റ് ഈസ് ഹിയറിംഗ്. നമുക്കറിയാം വിഷൻ്റെ പോലെ തന്നെ ഹിയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസേഷൻ തന്നെയാണ്. അപ്പോൾ ഹിയറിംഗ് ഈസ് ദി കമ്പൈൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദി ബ്രെയിൻ. നമ്മുടെ ചെവികളുടെയും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള രണ്ടും ചേർന്ന് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ദ സെൻസ് ഓഫ് ഹിയറിംഗ് ഓൾസോ ലീഡ്സ് ടു റെസ്പോൺസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേര് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗത്തേക്ക് റെസ്പോണ്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഹിയറിംഗ് എന്ന് പറയുന്നത് റെസ്പോൺസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സെൻസേഷൻ തന്നെയാണ്. ദെൻ ഹിയറിംഗ് ചെയ്യാൻ സഹായിക്കുന്ന ഹ്യൂമൻ ഹിയറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ദ ഹ്യൂമൻ ഇയർ ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ബാലൻസ് ഓഫ് ദി ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവം കൂടി തന്നെയാണ് എന്ത്? നമ്മുടെ ചെവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെവിക്ക് 2 നിറമുണ്ട്. ഒന്ന് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്, അല്ലെ, കേൾക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ബോഡി ബാലൻസ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചെവിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ദി ഇയർ. ചെവിക്ക് നമുക്കറിയാം ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഈ 3 പാർട്സ് ഉണ്ട്. ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, അല്ലെ. ബാഹ്യകർണം പുറത്തുള്ളതാണ്. ദെൻ മിഡിൽ ഇയർ മധ്യകർണം, ഇന്നർ ഇയർ ആന്തരകർണം. ഇന്നർ ഇയർ അഥവാ ആന്തരകർണം എന്ന് പറയും. അപ്പോൾ ചെവിക്ക് 3 ഭാഗങ്ങളാണ്. ഒന്ന് പുറംഭാഗമായിട്ടുള്ള ഔട്ടർ ഇയർ ബാഹ്യകർണം, ദെൻ മധ്യഭാഗത്ത് നടുക്ക് കാണുന്ന മിഡിൽ ഇയർ മധ്യകർണം, അടുത്തതായിട്ട് ഇന്നർ ഇയർ ആന്തരകർണം, ഉള്ളിലത്തെ ചെവി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഏതൊക്കെ പാർട്സ് നോക്കാം. നമുക്ക് ആദ്യം ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം. ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം. ഇത് 3 വരുന്ന ഭാഗമാണ് എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയർ, ബാഹ്യകർണം. ഈ 3 വരുന്ന ഭാഗമാണ് നമ്മുടെ പുറംഭാഗത്ത് കാണപ്പെടുന്ന പാർട്സ്. ദെൻ അടുത്തത് നമ്മുടെ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖലകൾ അഥവാ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ്. എന്നാൽ നമ്മുടെ ഇന്നർ ഇയറിൽ, അല്ലെ, ഇന്നർ ഇയർ അഥവാ ഇന്റേണൽ ഇയർ അഥവാ ആന്തരകർണത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂൾ, യൂസ്കോക്ലിയ, ദെൻ ഓഡിറ്ററി നെർവ്, വെസ്റ്റിബുലാർ നെർവ്. ദെൻ ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിന്റെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് നോക്കി വെച്ചാൽ മതി ഏതൊക്കെയാണ് ഇയറിന്റെ പാർട്സ്. ആദ്യം ഒന്ന് പറയാൻ പഠിക്കാം. നോക്കിക്കോളൂ, ഏതൊക്കെയാണ് ഇയറിന്റെ പാർട്സ് പറയുന്നത്. ഇയർ പിന്ന, മലയാളത്തിൽ ഇതിനെ ചെവിക്കുട എന്ന് പറയും. ചെവിക്കുട നമ്മൾ കമ്മലിടുന്ന, നമ്മുടെ മാസ്ക് വെക്കുന്ന, കണ്ണട വെക്കുന്ന ഭാഗമാണ്. നമ്മുടെ പുറമേക്ക് കാണുന്ന ചെവിയുടെ ഭാഗമാണ് ഇയർ പിന്ന അഥവാ ചെവിക്കുട എന്ന് പറയും. അടുത്തത് ഓഡിറ്ററി കനാൽ, കർണനാളം. ഓഡിറ്ററി കനാൽ, അല്ലെ, നമ്മളിപ്പോ ബഡ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചെവി വൃത്തിയാക്കാറില്ലേ? അവർ ഭയങ്കര ഒരു കനാൽ പോലെ കാണുന്നില്ലല്ലോ ഉള്ളിലേക്ക്. അപ്പൊ ആ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഓഡിറ്ററി കനാൽ അഥവാ കർണനാളം. ദെൻ ടിംപാനം, കർണപടം. വേറെ പേരും കൂടി ഉണ്ട്, ഇയർ ഡ്രം. നമ്മൾ ചെവിന്റെ പാടൊക്കെ അടിച്ചു പോയി, ചെവിയുടെ പാട പൊട്ടി പറയല്ലേ, അതാണ് ഇയർ ഡ്രം അഥവാ നമ്മുടെ ടിംപാനം. ഇത്രയാണ് നമ്മുടെ ഔട്ടർ ഇയറിന്റെ പാർട്സ്. ഏതൊക്കെയാണ് ഔട്ടർ ഇയറിന്റെ പാർട്സ്? ഞാൻ ഫുൾ എഴുതുന്നില്ല, ഷോർട്ടാക്കി. ഇയർ പിന്നെ ഉണ്ട്, ഓഡിറ്ററി കനാൽ ഉണ്ട്, അതുപോലെ തന്നെ ടിംപാനം. ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം. ഇനി ഇയർ പിന്നെ ചേർത്ത് പറയണ്ട, പിന്നെ ആയാലും മതി കേട്ടോ. ഔട്ടർ ഇയറിന്റെ പാർട്സ് ആണ് പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം. ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ നമ്മുടെ ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മിഡിൽ ഇയറിന്റെ പാർട്സ്. മിഡിൽ ഇയർ അഥവാ നമ്മുടെ മധ്യകർണം. മിഡിൽ ഇയർ അഥവാ മധ്യകർണം. മധ്യകർണത്തിന്റെ 3 ഭാഗങ്ങളാണ്. ഇതൊക്കെയാണ്
മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. ഇതിന് മൂന്നിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. അതായത് ഇയർ ഓസിക്കിൾസ്. ഓക്കെ, ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അസ്ഥി ശൃംഖല എന്ന് പറയും. നമ്മുടെ ഒരു ചെവിയിൽ 3 എണ്ണം, അടുത്തിൽ 3 എണ്ണം, ടോട്ടൽ 3+3 6 സ്മോൾ ബോൺസ് ഇവിടെ കാണുന്നുണ്ട്. 6 ചെറിയ അസ്ഥികൾ ചെവിക്കകത്ത് കാണപ്പെടുന്നുണ്ട്. 6 ചെവികൾ ബോൺസിനെയും കൂടി ചേർത്ത് വിടുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ് അഥവാ അസ്ഥി ശൃംഖല. അപ്പൊ മാലിയസും ഇംഗസും സ്റ്റേപ്പീസും അവരുടെ പേരുകളാണ്. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. മധ്യകർണത്തിൽ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇയർ ഓസിക്കിൾസ് പഠിച്ചാൽ മതി. ഇയർ ഓസിക്കിൾസ്. ആ ഇയർ ഓസിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴി നോക്കാനുണ്ട്. ആ ഇയർ ഓസിക്കിൾസ് 3 മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. അടുത്താണ് ഇന്നർ ഇയർ. ഇന്നർ ഇയർ അഥവാ ആന്തരകർണം എന്ന് പറയും. ആന്തരകർണത്തിൽ കുറച്ചധികം ഭാഗങ്ങളുണ്ട്, നോക്കാം നമുക്ക്. കോക്ലി ഉണ്ട്, കോക്ലി ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, കോക്ലി ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്. ദെൻ ഇയർ വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്, ഓഡിറ്ററി നെർവ് ഉണ്ട്. വെസ്റ്റിബുലാർ നെർവും ഓഡിറ്ററി നെർവും, വെസ്റ്റിബുലാർ നെർവും ഓഡിറ്ററി നെർവും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ടേബിളിനകത്ത് പറയാനുള്ളത്. ഒന്നുകൂടി ജസ്റ്റ് പറയാം. ഔട്ടർ ഇയറിൽ പുറം ഭാഗത്ത് കാണപ്പെടുന്ന ഔട്ടർ ഇയറിൽ നമുക്ക് 4 പാർട്സ് ഉണ്ട് അല്ലെ? 3 പാർട്സ് ഏതൊക്കെയാണ്? ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം. ഔട്ടർ ഇയറിൽ ബാഹ്യകർണത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ദെൻ ടിംപാനം. മലയാളത്തില് ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ നമ്മൾ എന്താണ്? നമ്മുടെ ഔട്ടർ ഇയറിന്റെ പാർട്സ് ആണ്. ഇനി മിഡിൽ ഇയറിൽ ശരിക്കും 6 സ്മോൾ ബോൺസ് ഉണ്ട്. പക്ഷെ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ആ ഒരു ബോൺസിനെ ഒക്കെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. മലയാളത്തിലെ അസ്ഥി ശൃംഖല എന്ന് പറയും. അസ്ഥി ശൃംഖല. ദെൻ മൂന്നാമത്തെ ഇവിടെ ഏത് ചേർക്കേണ്ടതാണ്? മൂന്നാമത്താണ് ഇവിടെ തേർഡ് വൺ. തേർഡ് വൺ ഏതാണ്? യെസ്, ഇന്നർ ഇയർ ആണ്. മൂന്നാമത്താണ് ഇന്നർ ഇയർ. ആ ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന ആൾക്കാർ കോക്ലി ഉണ്ട്, വെസ്റ്റിബിൾ ഉണ്ട്, സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്, ഓഡിറ്ററി നെർവ് ഉണ്ട്. ഏതൊക്കെയാണ് ഇന്നർ ഇയറിന്റെ പാർട്സ്? വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ഓഡിറ്ററി നെർവ്, ദെൻ വെസ്റ്റിബുലാർ നെർവ്. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്കുകൾ കേട്ടോ.